ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഗാർഡനിലോട്ട് സ്വാഗതം. ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടികളിൽ കാണുന്ന ഫംഗൽ ഇൻഫെക്ഷനുകൾ, പൂപ്പൽ, വെള്ളീച്ച, ഇതുപോലെ ചെടികളിലുണ്ടാകുന്ന വെള്ള കളറുള്ള പൂപ്പൽ ഇവയെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഡേറ്റ് കഴിഞ്ഞ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല, നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല. ബേക്കിംഗ് സോഡയും കുറച്ച് ബാർ സോപ്പും വേണം. ബാർ സോപ്പ് ഇല്ലെങ്കിൽ ലിക്വിഡ് ആയാലും മതിയേ. ഇതിന് നമുക്ക് കുപ്പിയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ബാർ സോപ്പ് അഥവാ അലക്ക് സോപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ വെള്ളമാണ് 1 സ്പൂൺ ബേക്കിംഗ് സോഡയ്ക്ക് എടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെടികൾ പുഴു തിന്നുന്നതിനൊക്കെ വളരെയേറെ നല്ലൊരു ഹോം റെമഡിയാണ്. മഴക്കാലത്ത് നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്. കാരണം മഴക്കാലത്താണ് നമ്മുടെ ചെടികൾ ഭയങ്കരമായിട്ട് നശിക്കുന്നത്, പുഴുവും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അത് നിറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ അളവിൽ തന്നെ നിങ്ങൾ വെള്ളം എടുക്കണം. ഒന്നും കൂടി പോകാൻ പാടില്ല, അത് നമ്മുടെ ചെടികൾക്ക് കേടുപാടുകൾ സംഭവിക്കുമേ. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് എല്ലാം വെള്ളത്തിലോട്ട് ലയിക്കണം. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. മഴക്കാലത്ത് ചെടികളുടെ സംരക്ഷണം ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ വളരെയേറെ നല്ലതാണ്. ചെടികളിൽ പുഴുവൊക്കെ തിന്നുന്നത് നല്ല മാറ്റം വരും. ഇതുപോലെ നമുക്ക് ഇങ്ങനെ തളിച്ചു കൊടുക്കാം. 10 മണി ചെടികൾക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ മഴക്കാലത്ത് വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ആ പൂപ്പലുള്ള ഭാഗം ഒന്ന് ഞുള്ളിക്കളയാം. ശേഷം ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇൻഫെക്ഷൻ ഇല്ലാത്ത ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഏത് ചെടികൾക്കും നമുക്ക് ഇത് ഒഴിക്കാം. പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചെടിയൊക്കെ ഇതേ പുഴു ഇലയൊക്കെ പുഴു തിന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.